നമസ്കാരം. ഇന്ന് കേരളത്തിലെ ജയിലുകൾ കുറ്റവാളികളെ പാർപ്പിക്കാൻ മാത്രമുള്ളതല്ല, വെറൈറ്റി ഫുഡുകൾ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. ചപ്പാത്തിയാണ് ആദ്യമായി ഇവിടെ തയ്യാറാക്കി തുടങ്ങിയതെങ്കിലും ഇന്നത് മറ്റനേകം വിഭവങ്ങളിലേക്ക് വഴിമാറി. ബിരിയാണി, ചിക്കൻ കറി, ബീഫ് ഫ്രൈ, മുട്ടക്കറി, വെജിറ്റബിൾ കറികൾ, പലതരം സ്നാക്സുകൾ തുടങ്ങി ധാരാളം വെറൈറ്റി വിഭവങ്ങൾ ഇന്ന് ജയിലുകളിൽ തയ്യാറാക്കുന്നുണ്ട്. ഇവ വിറ്റഴിക്കാനായി എല്ലാ ജയിലിന്റെ സമീപത്തും ഔട്ട്ലെറ്റുകളുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിലിലെ ഫുഡ് മേക്കിംഗ് ആണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ചപ്പാത്തി കുഴച്ച് പരത്തുന്നത് ഫുൾ മെഷീനിന്റെ സഹായത്തോടാണ്. ചുട്ടെടുത്ത ചപ്പാത്തികൾ ഫ്രഷായി തന്നെ പാക്ക് ചെയ്ത് ഔട്ട്ലെറ്റിൽ എത്തിക്കും. ചപ്പാത്തിക്കുള്ള മുട്ടക്കറി തയ്യാറാക്കുകയാണ്. ഉള്ളിയും തക്കാളിയും വഴറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. ഉള്ളിയും തക്കാളിയും അല്പം ഒന്ന് വഴണ്ടു കഴിഞ്ഞാൽ അത് മിക്സിയിൽ അരച്ചെടുക്കും.
പിന്നീട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മറ്റ് മസാലകളൊക്കെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് അതിലേക്ക് അരച്ച ചേരുവ ചേർക്കുന്നു. പിന്നീട് തേങ്ങ അരച്ച് അതിലേക്ക് ചേർക്കുകയാണ്. ഉപ്പും അവസാനം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി. പുറമേക്ക് കച്ചവടത്തിനായുള്ള ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ജയിലിൽ തയ്യാറാക്കുന്ന ഏത് ഭക്ഷണവും ജയിൽ സൂപ്രണ്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷമേ പുറമേക്ക് കച്ചവടത്തിനായി എത്തിക്കാറുള്ളൂ. ജയിൽ ഭക്ഷണത്തെപ്പറ്റി കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ട് ശ്രീ ജയകുമാർ. നിലവിൽ കേരളത്തിലെ ഒരു ട്രെൻഡാണ് ജയിൽ ഭക്ഷണം. 2012 വർഷത്തിലാണ് ജയിലിൽ നിന്ന് നിർമ്മിച്ച ഭക്ഷണം പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിപണിയിൽ ഇറക്കിയത്. അപ്പോൾ ചപ്പാത്തി കറിയുമായിരുന്നു ആ സമയങ്ങളിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. 2 രൂപ ആണ് ഒരു ചപ്പാത്തിയുടെ വില നിശ്ചയിച്ചത്. ഇന്നും ആ വിലയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. 2 രൂപയ്ക്ക് തന്നെയാണ് ഒരു ചപ്പാത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിക്കൻ കറിയുണ്ട്, വെജിറ്റബിൾ കറിയുണ്ട്, എഗ് കറിയുണ്ട്. ഇതിൽ ചപ്പാത്തിക്ക് 2 രൂപ, ചിക്കൻ കറിക്ക് 25 രൂപ, വെജ് കറിക്ക് 15 രൂപ, എഗ് കറിക്ക് 15 രൂപ. ഇത്രയുമായിരുന്നു നമ്മൾ തുടക്കകാലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ഐറ്റംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അതായത് ബിരിയാണി വന്നു, ചില്ലി ചിക്കൻ വന്നു, ചിക്കൻ കബാബ് വന്നു. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ കഫറ്റീരിയ പോലുള്ള സംവിധാനങ്ങൾ വന്നു. അതിനകത്ത് നമുക്കൊരു ഹോട്ടലിൽ കിട്ടുന്ന പലഹാരങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാകുന്ന പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ളത് നമുക്ക് മാർക്കറ്റിലേക്ക് വന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും 2012 മുതൽ തന്നെ ഈ ഒരു മേഖലയിലുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സെയിൽ നമുക്കിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലാ ജയിലിൻ്റെ കോമ്പൗണ്ടിലൊരു ഔട്ട്ലെറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ നഗരത്തിലേക്കും കൂടെ വ്യാപിപ്പിക്കാൻ ഒരു 3-4 ഏരിയ സ്ഥലത്ത് കൂടെ വ്യാപിപ്പിക്കാനൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതിനുവേണ്ടി കോർപ്പറേഷൻ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബങ്ക് അല്ലെങ്കിൽ മൊബൈൽ വിൽപ്പന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് നമുക്കതിന് സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് ഞങ്ങൾ കഫറ്റീരിയ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കോംട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റിൽ ആ ഒരു സ്പേസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് അനുമതി നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ് കഫറ്റീരിയ നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത്. കുടിവെള്ളം, മിനറൽ വാട്ടർ ബോട്ടിൽ ചെയ്ത് വിപണിയിൽ ഇറക്കുന്ന ഒരു പരിപാടി, അതും സർക്കാരിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടിൽ ചെയ്ത് വരുന്ന വെള്ളം 10 രൂപയ്ക്കാണ് ഞങ്ങൾ അത് കൊടുക്കുന്നത്. കാറ്ററിംഗ് ആയിട്ട് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഓർഡറുകൾ നമ്മൾ എടുക്കാറുണ്ട്. അതിപ്പം ഈ ടൂറ് പോകുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 500-1000 ചപ്പാത്തികളൊക്കെ ഞങ്ങളുടെ ഓർഡറായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഋഷ സിംഗ് സാറ് അദ്ദേഹത്തിൻ്റെ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഓൺലൈൻ വഴിയും ഞങ്ങളുടെ ജയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് സ്വിഗ്ഗി വഴിയാണ് നമ്മളതിൻ്റെ വിപണനം നടത്തുന്നത്. കോഴിക്കോട് കോംട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് കോഴിക്കോട് ജില്ലാ ജയിലിൻ്റെ ഫ്രീഡം ഫുഡ് ഔട്ട്ലെറ്റ്.
നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.